അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ, മഹാനായ താബിഈ അബ്ദുല്ലാഹിബ്നു ശുബ്റുമ റഹിമഹുല്ലാഹ്, അബൂ ശുബ്റുമ അബ്ദുല്ലാഹിബ്നു ശുബ്റുമ റഹിമഹുല്ലാഹ് വഫാത്താകുന്നത് ഹിജ്റ 144-ലാണ്. അദ്ദേഹം പറയാണ്, അജിബ്തു ലിന്നാസി യഹ്തമൂന മിനത്ത്-ത്വആമി മഖാഫത്തദ്ദാ വലാ യഹ്തമൂന മിനദ്ദുനൂബി മഖാഫത്തന്നാർ. അജിബ്തു ലിന്നാസ്, ജനങ്ങളുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്താണ് അവർ? യഹ്തമൂന മിനത്ത്-ത്വആം, അവർ ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. മഖാഫത്തദ്ദ, അസുഖം പേടിച്ച്, രോഗം ഭയപ്പെട്ട് പല ഭക്ഷണ പദാർത്ഥങ്ങളും അവർ ഒഴിവാക്കുന്നു. അതിലവർ സൂക്ഷ്മത കാണിക്കുന്നു, അതിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നു. എന്നാൽ വലാ യഹ്തമൂന മിനദ്ദുനൂബി മഖാഫത്തന്നാർ, നരകത്തെ പേടിച്ച്, നരകത്തെ ഭയപ്പെട്ട് തിന്മകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നുമില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് അബ്ദുല്ലാഹിബ്നു ശുബ്റുമ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിന് അസുഖമുണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരാൾ നിർദ്ദേശിക്കും, ഇന്ന ഇന്ന ഭക്ഷണം നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ രോഗത്തെ ഭയപ്പെട്ടുകൊണ്ട് ആ ഭക്ഷണ പദാർത്ഥം ഒഴിവാക്കാൻ നമുക്ക് പ്രയാസമില്ല. ഇപ്പോൾ പല രൂപത്തിലുള്ള ഡയറ്റുകളും ചെയ്യുന്ന ആളുകളുണ്ട്. എന്താണ് അവരുടെ ലക്ഷ്യം? അവരുടെ ആരോഗ്യ സംരക്ഷണമാണ്. എന്നാൽ ഇന്ന തിന്മ ചെയ്താൽ, ഇന്ന പാപം ചെയ്താൽ അതിന് ഇന്ന ഇന്ന ശിക്ഷയുണ്ട് എന്ന് കേൾക്കുമ്പോൾ, അറിയുമ്പോൾ, പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും അതിനെ ഉപേക്ഷിക്കാനും ജനങ്ങൾക്ക് സാധിക്കുന്നില്ല, മിക്ക ആളുകൾക്കും സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നരകത്തെ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. സ്വന്തം ശരീരം സംരക്ഷിക്കാനുള്ള ശ്രദ്ധ പോലും, സ്വന്തം ശരീരം നരകത്തിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് ശ്രദ്ധിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അതിൽ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ശരീരം രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുക, അതിനുവേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്, അതിലാർക്കും സംശയമില്ല. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അതിനു വേണ്ടത് നന്മകൾ ചെയ്യുക എന്നുള്ളതും അള്ളാഹു വിരോധിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതുമാണ് അതിനുള്ള ഏക മാർഗം. അതിൽ ശ്രദ്ധിക്കാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മുടെ ശരീരത്തെ അസുഖത്തിൽ നിന്ന്, രോഗം വരാതെ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് എത്രത്തോളം നമ്മൾ ശ്രദ്ധ കാണിക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു തആല തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നന്മകളിൽ മുന്നേറി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ ഭയപ്പെടാനും അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടാനും നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു ഇതിനുള്ള തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.